8, 9 ആ ക്ലാസ് മുതലുള്ള കുട്ടികൾ തന്നെ ഇപ്പൊ ലഹരി, നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഇപ്പൊ കുട്ടികളൊക്കെ ഇപ്പൊ ഒരു ക്രിമിനൽ മൈൻഡ് എന്ന നിലക്കാണ് പോകുന്നത്. പോലീസ് പ്രൊട്ടക്ഷനോട് കൂടെ അവർ പരീക്ഷ വരെ എഴുതി, മറ്റേ കോപ്പ് അടിച്ച ഡീബാർ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമ്മളുള്ളത്. നിങ്ങൾ ഈ ഒരു ഡിഫറെൻ്റ് എബിലിറ്റിയെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സന്തോഷം തന്നെയാണ്. കാരണം നമുക്ക് ഇങ്ങനെ ഒരു പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെ നമുക്ക് അതിജീവിക്കാനും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുമുള്ള ഒരു ഇതാണ് നമുക്ക് ഇതിലൂടെ കിട്ടുന്നത്. ഒരുപാട് ആളുകളെ മനസ്സിലാക്കാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു അവസ്ഥകളൊക്കെ വരുമ്പോൾ. സ്കൂൾക്കൊക്കെ പോകുന്നതാണെങ്കിലും ഓട്ടോ ഉപയോഗിച്ചായിട്ട് സ്കൂൾ ബസ് അവിടെ ആരെങ്കിലും കയറ്റി തന്ന് പിന്നെ അവിടെ എത്തി പിന്നെ ചങ്ങായിമാരൊപ്പം അങ്ങനെ ഇറങ്ങിയേണ്ട അങ്ങനെ പോകാറായിരുന്നു. വണ്ടി കിട്ടിയതിൻ്റെ ശേഷം പിന്നെ വണ്ടിമ്മ പോകും. പഠനം +1 കഴിഞ്ഞു, ഇനി +2 വെക്കേഷനിലാണ്. അതിന്റെ കൂടെ ഇപ്പോൾ ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കംപ്ലീറ്റ് ചെയ്തു. 8, 9 ആ ക്ലാസ് മുതലുള്ള കുട്ടികൾ തന്നെ ഇപ്പോൾ ലഹരി, നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഇപ്പൊ ഷഹബാസിന്റെ കേസാണെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു, അതില് കുട്ടികളൊക്കെ ഇപ്പൊ ഒരു ക്രിമിനൽ മൈൻഡ് എന്ന നിലക്കാണ് പോകുന്നത്. ഇപ്പൊ നിയമത്തിന് പേടിയില്ലാന്ന് അവർ പറഞ്ഞു. അതേപോലെ തന്നെയാണ് ഇപ്പൊ അവരുടെ കാര്യം പോയിക്കൊണ്ടിരിക്കുന്നതും. അവർക്ക് ഒന്നിനെയും ഇപ്പൊ ഭയക്കേണ്ട ഒരു ആവശ്യകതയും കാണുന്നില്ല. അവരുടെ ഫോട്ടോയോ കാര്യങ്ങളോ ഒന്നും ന്യൂസിൽ പുറത്തു വിട്ടിട്ടില്ല. മറ്റെന്ത് കേസ് വന്നാലും അപ്പൊ ഫോട്ടോ വരുന്നതാണ്. ഇവരിത് പോലീസുകാരോ അല്ലെങ്കിൽ ന്യൂസുകാരോ ആരും പുറത്തിത് വിട്ടിട്ടില്ല. അത്രയും പ്രൊട്ടക്ഷനോട് കൂടെയാണ് അവരിപ്പോ നിൽക്കുന്നത്. പോലീസ് പ്രൊട്ടക്ഷനോട് കൂടെ അവർ പരീക്ഷ വരെ എഴുതി, മറ്റേ കോപ്പ് അടിച്ച ഡീബാർ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമ്മളുള്ളത്. പക്ഷെ അവര് ഒരാളെ കൊന്നിട്ട് പോലും പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി അവർ പരീക്ഷ എഴുതി എന്നുള്ളത്. അതെ, ധാർമ്മികതയിലേക്ക് നയിക്കുന്ന അഭിപ്രായത്തിൽ എന്താ നമ്മൾ ചെയ്യാം? അതിന് അവർക്ക് അതിൻ്റെതായ നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക, അതിൻ്റെതായ ക്ലാസ്സുകൾ അല്ലെങ്കിൽ അതിൻ്റെതായ കാഴ്ചകൾ നല്ല രീതിക്ക് അവർ മനസ്സിലാക്കുന്ന രീതിക്കുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ തന്നെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാല് അവർക്ക് നല്ല കാര്യങ്ങളും നമ്മൾ തന്നെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള കുട്ടികളെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനാണ് നമ്മുടെ ഇപ്പൊ ഒരു സമ്മേളനം പറഞ്ഞിട്ടുണ്ട് 11-ാം തീയതി. 8ാം ക്ലാസ് മുതൽ PGയിലുള്ളവർക്ക് വരെ അതിൽ പങ്കെടുക്കാം. ഇത് നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ നമുക്ക് പ്രചോദിപ്പിച്ചെടുക്കാൻ പറ്റുന്ന, നല്ല രീതിയിൽ അവരെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന രീതിക്കുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സമ്മേളനമാണ്. ഇതിലെല്ലാവരും പങ്കെടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് 2025 മെയ് 11 പെരിന്തൽമണ്ണയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒപ്പം വൈവിധ്യങ്ങളുടെ കലവറയുമായി പരിഹാരത്തിന്റെ പുതിയ വാതായനങ്ങൾ തുറന്ന് മെയ് 6 മുതൽ 10 വരെ സമ്മേളന നഗരിയിൽ സംഘടിപ്പിക്കുന്ന ദ സൊല്യൂഷൻ വൈജ്ഞാനിക പ്രദർശനത്തിലേക്കും നിങ്ങളേവരെയും കുടുംബസമേതം ക്ഷണിക്കുന്നു.